ഇന്ന് നമുക്ക് ഒരു അടിപൊളി മുരിങ്ങാപ്പൂ മുട്ടത്തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും ഇട്ട് ഒന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിയുമ്പം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നന്നായി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും സവോളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ മുരിങ്ങാപ്പൂവാണ്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കണ്ണിന് കാഴ്ച കിട്ടുന്നതിനും മുരിങ്ങാപ്പൂ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മുരിങ്ങാപ്പൂ തോരൻ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം മുരിങ്ങാപ്പൂ ധാരാളം കിട്ടുന്ന സീസൺ ആണല്ലോ. അപ്പം കുട്ടികൾക്ക് മുരിങ്ങാപ്പൂ തോരൻ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് തേങ്ങയുടെയും സവോളയുടെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരമായി മൂടി വെച്ചിട്ട് ഇനി നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട കുറച്ച് ഉപ്പിട്ട് അടിച്ചെടുക്കാം. മുട്ട ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പാനിൻ്റെ നടുക്കേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം നമുക്ക് ഈ മുട്ടയുടെ മിക്സ് മുരിങ്ങാപ്പൂവിൻ്റെക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുരിങ്ങാപ്പൂ തന്നെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് മുട്ടയും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി നന്നായി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി മുരിങ്ങാപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്.